ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല. ഇത്രയൊക്കെ അനുഭവിച്ചവന്റെ സച്ചു ഞാനെന്തൊരു ദുഷ്ടയാ. എടോ, ഇപ്പോഴെങ്കിലും താനെല്ലാം മനസ്സിലാക്കിയല്ലോ. ഇനി നിങ്ങൾ നന്നായിട്ട് ജീവിച്ചു കാണണം. അതാ എന്റെ ആഗ്രഹം. ഐഷു, അപ്പോ സായിയേട്ടൻ എങ്ങനെ? എടോ, ചികിത്സയുടെ ഭാഗമായി ഹോസ്പിറ്റലിൽ ഞാൻ പോയപ്പോ അവിടെ വെച്ച് കണ്ട പരിചയമാ. എല്ലാം അറിഞ്ഞ് എന്നെ ജീവിതത്തിലേക്ക് കൂട്ടിയ ഒരു നല്ല മനുഷ്യൻ. ഓ ഐഷു, സോറി. ഞാൻ അറിഞ്ഞോ അറിയാതെയോ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. സോറി ഞാനല്ലേടോ പറയേണ്ടത്. ചെറുതായിട്ടാണേലും ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ ബ്രേക്കപ്പിന് വരെ കാരണമായില്ലേ. സോറി അനിക. ഇരു ധ്രുവങ്ങളിൽ കഴിയാതെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നേ. ഞങ്ങൾ എന്നെ ഇറങ്ങുക. ഇരിക്കടോ, സച്ച് വരാനായിട്ടുണ്ട്. നിങ്ങൾക്ക് തമ്മിലൊന്നും കാണണ്ടേ? ഇപ്പൊ വേണ്ട ഐഷു, പിന്നെ ആവട്ടെ. നീ ഇങ്ങനെ കരയാതെ. പാറു, ഞാനും എല്ലാത്തിനും കാരണം. എന്റെ സച്ചു എന്തുമാത്രം അനുഭവിച്ചു. ആരുമില്ലാതെ 7 മാസം. പാവം. ഇനി അതൊക്കെ ഓർത്ത് വിഷമിച്ചിട്ട് എന്തിനാ? നീ എങ്ങനെയും എല്ലാം ഒന്ന് നേരെയാക്കാൻ ശ്രമിക്കും. എങ്ങനെ നീ ഒന്ന് പറഞ്ഞു തരോ? എനിക്കറിയാം അവനെ എനിക്ക് നഷ്ടപ്പെട്ടെന്ന്. ഒരു ചാൻസ് കൂടി കിട്ടി അവൻ എന്റെ ലൈഫിലോട്ട് വന്ന ഞാൻ അവനെ പൊന്നുപോലെ നോക്കും. എനിക്കറിയാം, പക്ഷെ വരില്ല. തെറ്റുകളെല്ലാം നിനക്ക് മനസ്സിലായി. ഈ ഒരു മൊമെന്റിന് വേണ്ടി തന്നെയാ ഞാൻ കാത്തിരുന്നേ. നിന്റെ പ്രശ്നം എന്തായിരുന്നു ഞാൻ പറയട്ടെ. വിട്ടു കൊടുക്കാനും കഴിയില്ല, വിട്ടു പോവാനും കഴിയില്ല. അന്ന് ആ സെക്കൻഡിൽ നീ ഒന്ന് ആലോചിച്ച് ഒരു തീരുമാനം എടുത്തിരുന്നേ, ഇന്ന് ഇതുപോലെ നീ കരയേണ്ടി വരില്ലായിരുന്നു. എന്തായാലും നീ ഈ കരച്ചിലൊക്കെ ഒന്ന് നിർത്തും. സച്ചുവിനെ മീറ്റ് ചെയ്യണം, ഒരുമിക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാലും ആദ്യം നേരിൽ കാണും. എന്നാലല്ലേ അവന്റെ സൈഡ് അറിയാൻ പറ്റൂ. ഐഷു, ആരാ വന്നത്? അത് അപ്പുറത്തെ വീട്ടിലെ കുട്ടികളാ. ദേ ഈ പായസം തരാൻ വന്നതാ. ഓ ഐഷു, നിന്റെ ടാബ്ലറ്റ് ഒക്കെ ചെയ്താണല്ലേ? ഞാൻ പോയി വാങ്ങി വരാം. ഓ എന്തിനാ? ഇനി അതൊക്കെ കഴിച്ചാൽ എന്ത്, കഴിച്ചില്ലെങ്കിൽ എന്ത്? ഐഷു, അങ്ങനെ പറയരുത്. നിനക്ക് ഇത്രയും ഫെസിലിറ്റി ബാംഗ്ലൂരിൽ ഉണ്ടായിട്ടും നമ്മൾ ഇവിടേക്ക് വന്നത് അലോപ്പതി വേണ്ട, ആയുർവേദം മതിയെന്ന് നീ വാശി പിടിച്ചത് കൊണ്ടാണ്. ഒരു കണക്കിന് അത് നന്നായുള്ളൂ. നിന്നെ കണ്ട പെട്ടെന്നൊന്നും ഒരു അസുഖമുള്ള കുട്ടിയാണെന്ന് ആർക്കും തോന്നില്ല. അതുപോലെ കഴിഞ്ഞ തവണ പോയപ്പോ ഡോക്ടർ പറയുകയും ചെയ്തു മാറ്റങ്ങൾ കാണുന്നുണ്ടെന്ന്. മരുന്ന് മുടക്കാതെ ഞാൻ സമ്മതിക്കില്ല. ഞാൻ വാങ്ങി വരാം. ഓക്കേ? സച്ചി വന്നില്ലേ ഇതുവരെ? ഇല്ല, എത്തിയിട്ടില്ല. വാതിലടച്ചോ? സച്ചി, നീ വന്നോ? നീ എവിടെ പോകുന്നു? ഞാൻ ഐഷുവിന് കുറച്ച് ടാബ്ലറ്റ് ഒക്കെ വാങ്ങാനുണ്ട്, അതിന് പോവാ. ഐഷുവിനൊന്ന് ശ്രദ്ധിച്ചേക്കണേടാ. ആടാ, നീ പോവാ. ഐഷു, കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പൊ? ഇല്ല സച്ചി. ഞാനെന്നാ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. സച്ചി. എന്താ, എന്തെങ്കിലും വേണോ? സച്ചി, അനിക വന്നിരുന്നു കുറച്ചു മുന്നേ. അനികയോ? അതാരാ? സച്ചി, മതി. ഇതിനൊരു അവസാനം വേണ്ടേ? എന്തവസാനം? എല്ലാം അവസാനിച്ചിട്ട് 7 മാസമായി. സച്ചി, സത്യങ്ങൾ അറിയാനാ ആ കുട്ടി വന്നത്. അനികയോട് ഞാൻ എല്ലാം പറഞ്ഞു. ഒരുപാട് വിഷമിച്ചിട്ടാ എവിടുന്ന് പോയത്. അവളാരാ?
അവള് വന്നു കയറി, അതുപോലെ പോയി. അതിന് ഞാൻ എന്ത് വേണം? പരസ്പരം മിണ്ടാതെയും കാണാതെയും ഒരുപാട് നാളുകൾ കഴിഞ്ഞു പോയേക്കാം. പക്ഷെ പ്രിയപ്പെട്ടവർ തന്നെയല്ലേ. നീ ഒരു ചാൻസ് കൊടുക്ക്. എന്തിന്? എന്നിട്ട് വീണ്ടും തേച്ചിട്ട് പോകാനോ? മനസ്സിൽ പച്ച കുത്തി വെച്ചിട്ട് മായച്ചു കളയാൻ പറയുന്നത് അത്ര ഈസിയാണോ? പുതിയൊരു ബന്ധവും വേണ്ടെന്ന് വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാ. ഒരാളെ വിട്ടുപോകുന്ന സങ്കടം താങ്ങാൻ പറ്റാത്തത് കൊണ്ടാ. എന്നിട്ടിപ്പോ എന്തുണ്ടായി? കല്ലും തടിയും കൊണ്ടൊന്നുമല്ല ഇതുണ്ടാക്കിയിരിക്കുന്നേ. പോറിയ എവിടെയും ചോര ഒഴുകി. സച്ചി, നീ ഒന്നുകൂടെ ചിന്തിച്ചിട്ട്. പറഞ്ഞതല്ലേ ഒരു ബന്ധം എനിക്ക് വേണ്ടെന്ന്. ആരും എനിക്ക് വേണ്ട. എന്താടാ? എന്താ നീ എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്യണേ? എന്താ ഐഷു? എന്താ നീ അവനോട് പറഞ്ഞേ ഇത്രക്ക് ഷൗട്ട് ചെയ്യാൻ? എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കുന്നേ? അതൊന്നുമില്ല സായിയേട്ടാ. എന്നിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖം അങ്ങനെ അല്ലല്ലോ പറയുന്നേ. സച്ചി പറയടാ, എന്താണേലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഐഷു നീയെങ്കിലും പറ. അത് സായിയേട്ടാ, സച്ചിയുടെ മാരേജ് കഴിഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ലേ. അത് സച്ചി വൈഫുമായി 7 months ആയി പിരിഞ്ഞിരിക്കുക. അതിന്റെ റീസൺ നീയാണോ? ഏറെക്കുറെ. പിന്നെ ഇപ്പൊ എന്തെങ്കിലും പ്രോബ്ലം നീ കാരണം ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല സായിയേട്ടാ. സച്ചിയുടെ വൈഫ് എന്നെ കാണാൻ വന്നിരുന്നു. ഇവിടെയോ? ഷേടാ, ഞാനില്ലാതെ പോയല്ലോ. നിനക്ക് പിടിച്ചെടുത്തായിരുന്നില്ലേ? അല്ല, സച്ചി ഉണ്ടായിരുന്നോ? ഇല്ല, അവൾ പോയി കഴിഞ്ഞപ്പോഴാ സച്ചി വന്നേ. ഓ, അത് വലിയ കഷ്ടമായി പോയി. ഇവര് തമ്മിൽ കണ്ടിരുന്നേ എല്ലാം ചിലപ്പോ സെറ്റായേനെ. എന്ത് സെറ്റാവാൻ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാൻ പറയുമായിരുന്നു ഒന്ന് നേരിട്ട് കാണാൻ, പക്ഷെ സച്ചി അടുക്കുന്നില്ല. അല്ല, അവള് പോയില്ലേ, ഇനി എങ്ങനാ? സായിയേട്ടാ, അനികയാ സച്ചിയുടെ വൈഫ്. അനിക? ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അത് അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന. നീ തമാശ പറയുമല്ലോ. സീരിയസ്ലി? ആ കുട്ടി നമ്മുടെ സച്ചിയുടെ? ഓ മൈ ഗോഡ്, ഇത്ര അടുത്ത് ഇവരുണ്ടായിട്ട് ഇത് സോൾവ് ആയില്ലെങ്കിൽ. എടാ സച്ചി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വേണ്ട സായി, ആ ചാപ്റ്ററൊക്കെ 2 തവണ അടച്ചതാ. ഇനി ഒരു 3-മക്കും ഇല്ല. ഉറപ്പിച്ചോ? ആ, ഉറപ്പിച്ചു. ഇത്ര അടുത്തെങ്കിൽ സച്ചി ഉണ്ടായിട്ട് ഞാൻ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് എന്റെ മനസാക്ഷിയോട് ചെയ്യുന്ന തെറ്റായിരിക്കും. അനു ചിലപ്പോ ഒരുപാട് ദേഷ്യപ്പെടുമായിരിക്കും. ദേഷ്യപ്പെട്ടോട്ടെ, അതിനുള്ള അധികാരം അവനുണ്ട്. എന്തായാലും എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ആഹാ, ഇതാര്? വാ, ഞാൻ കാണാനിരിക്കുമായിരുന്നു തന്നെ. എന്നെ എന്തിന്? സച്ചിയുടെ വൈഫിനെ ഒന്ന് കാണണമെന്ന് തോന്നി. അത് പിന്നെ ഞാൻ കൂടുതൽ തപ്പി കളിക്കണ്ട. ഇന്നലെ നിങ്ങളിവിടെ വന്ന കാര്യമൊക്കെ ഐഷു പറഞ്ഞായിരുന്നു. ആ കൂട്ടത്തിൽ താൻ ആരാണെന്ന കാര്യവും. എന്റെ സച്ചിക്ക് തെറ്റിയിട്ടില്ല. സുന്ദരി കുട്ടി തന്നെ. സായിയേട്ടാ, ഐഷു എവിടെ? അവളെ റൂമിലാ കിടക്കുക. അത് സായിയേട്ടാ, എനിക്ക് സച്ചുവിനെ ഒന്ന് കാണണം. അതിനെന്താടോ, പോയി കണ്ടു. ദേ ആ കാണുന്നത് അറിവും. ആ, ഇതാര്? അനികയോ? ആ, ഐഷു കിടക്കുവാന്ന് പറഞ്ഞു സായിയേട്ടൻ. ഞാൻ സച്ചുവിനെ ഒന്ന് കാണാൻ. എടോ, തന്റെ ചെക്കനെ കാണാൻ ഞങ്ങളോട് അനുവാദം ചോദിക്കേണ്ട കാര്യം എന്താ? എന്നാ ഞാൻ അങ്ങോട്ട്. സായിയേട്ടാ, സച്ചു എന്തെങ്കിലും? ഇന്നലെ അനഘയുടെ പേര് കേട്ടത് നമ്മൾ കണ്ടതല്ലേ സച്ചിയുടെ ദേഷ്യം. അനഘയോട് എന്തെങ്കിലും? താൻ പേടിക്കാതെടോ. അവൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന പെണ്ണല്ലേ. അങ്ങനൊന്നും ഉണ്ടാവില്ല. ഇനി അങ്ങനെ ഉണ്ടായാലും എല്ലാം ഉള്ളു തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പകുതി ക്ലിയർ ആവും.
എന്റെ റൂമിലേക്ക് വരാൻ പറഞ്ഞേ? സച്ചു. ആരടി എന്റെ സച്ചു? സച്ചു ഒക്കെ മരിച്ചു. നിന്റെ മുന്നിൽ ഇപ്പൊ നിൽക്കുന്നത് സച്ചിനാണ്, സച്ചിൻ ദേവ്. സച്ചു, എനിക്ക് സംസാരിക്കണം. പോടി. എനിക്ക് സംസാരിക്കണം. അടിച്ചോ, എത്ര വേണേലും അടിച്ചോ, ബട്ട് എനിക്ക് സംസാരിക്കണം. സച്ചു, ആയിഷു പറഞ്ഞപ്പോഴാ കാര്യങ്ങളുടെ സത്യാവസ്ഥ ഞാൻ അറിയുന്നത്. സോറി. സോറി? ആർക്ക് വേണം നിന്റെ സോറി? കൂടെ പുഴുങ്ങി തന്നെ. സച്ചു പ്ലീസ്. എന്ത് പ്ലീസ്? ഇതുപോലെ അന്ന് ബീച്ചിൽ നിന്നോട് കെഞ്ചിയതല്ലേ ഞാനും? എന്നിട്ട് നീ എന്താ ചെയ്തേ? നിന്റെ ഭാഗം വരുമ്പോ ഒരു നീതി, മറ്റുള്ളവരുടെ ഭാഗം വരുമ്പോ വേറൊരു നീതിയും. കൊള്ളാം, അടിപൊളി. സച്ചു, എനിക്കറിയാം നീ ഒരുപാട് വിഷമിച്ചെന്ന്. ആര് വിഷമിച്ചു? എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. സച്ചു, എനിക്ക് നീയില്ലാതെ പറ്റില്ല സച്ചു. എനിക്ക് ആ പഴയ ജീവിതം വേണം. എന്തറിഞ്ഞിട്ടാ ഞാനിത് നിന്നെ എന്റെ ലൈഫിലോട്ട് തിരിച്ചെടുക്കുന്നേ? നിനക്ക് എന്നിൽ വിശ്വാസം ഇല്ലാത്ത കാലത്തോളം ഇതൊന്നും പോസിബിൾ ആവില്ല. അതെങ്ങനെ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലെന്നാണല്ലോ നിന്റെ മനസ്സിൽ നീ ചിന്തിച്ചു വെച്ചിരിക്കുന്നേ. ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നെന്ന് അറിയണമെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ നീ മറ്റൊരാളെ സ്നേഹിക്കണം. ആ ഒരാൾ നിന്നെ അവോയ്ഡ് ചെയ്യണം. ആ ഒരാളിൽ നിന്ന് നീ അനുഭവിക്കുന്ന വേദനയില്ലേ, അതാണ് ഞാൻ നിനക്ക് തന്ന സ്നേഹം. പക്ഷെ എനിക്ക് വേറെ ആരെയും വേണ്ട, നിന്നെ മതി. എന്റെ സ്നേഹം അത് നിന്നോടാ സച്ചു. സ്നേഹം കോപ്പ് ആവൂലെങ്കിൽ അപ്പണിക്ക് നിൽക്കരുത്. ഇതുപോലെ ലൈഫിന് തമാശയൊക്കെ നടക്കുന്ന നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടി നീ ഇതിനെയൊക്കെ വെറും നിസ്സാരമായി കാണുമ്പോ അപ്പുറത്ത് നിൽക്കുന്നവൻ ചങ്ക് പറിച്ചായിരിക്കും സ്നേഹിക്കുന്നേ, മനസ്സിലായോ? സച്ചു സോറി. എടി നിന്റെ പുറകെ ഒരു പട്ടിയെ പോലെ ഞാൻ നടന്നില്ലേ? ഞാൻ അങ്ങനെ നടന്നത് എന്തുകൊണ്ടാന്ന് നിനക്കറിയോ? എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. നിന്റെ ശരീരം നോക്കിട്ടോ, നിന്റെ കളറ് നോക്കിട്ടോ അല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. മറ്റുള്ളവരെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റി, എന്നെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. സച്ചു, ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട് സച്ചു. സ്നേഹത്തെ എനിക്കിപ്പോ പേടിയാ. കാരണം ഞാൻ സ്നേഹിച്ച എല്ലാം എന്റെ കണ്ണ് നിറച്ചിട്ടേ ഉള്ളൂ. സച്ചു, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല സച്ചു. നീ എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാൻ ഞാൻ വൈകിപ്പോയി. എനിക്ക് അനുഭവിക്കണം നിന്റെ സ്നേഹം മുഴുവൻ. വേണ്ട, ഇനി ഒരു പരീക്ഷണത്തിന് ഞാനില്ല. ചിലപ്പോഴൊക്കെ ചില ഇഷ്ടങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കേണ്ടി വരും. കൂടുതൽ പ്രശ്നത്തിലേക്കും വിഷമത്തിലേക്കും ഒക്കെ പോകുന്നതിന് മുന്നേ ഇതൊക്കെ ഇങ്ങനെ അങ്ങ് തീരുന്നതാ നല്ലത്. സച്ചു, പ്ലീസ് ഒന്ന് പോയി തരോ? എന്നാ നീ ഒന്ന് കേട്ടോ, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. ഞാൻ ചത്തുകളയും. എന്നാ പോയി ചാടി. അപ്പൊ ഞാൻ ചത്താലെ നിനക്കൊന്നും ഇല്ലല്ലേ? എന്നാ നീ കേട്ടോ, നിന്നെ കൊണ്ട് ഞാൻ പോകും. അനികയായി പറയണേ, അനിക. ഗുഡ് ബൈ. എടി അനു, നീ എന്താ ഈ ചത്ത പോലെ ഇരിക്കണേ? നീ കരയുവാണോ? ഓ, ഞാനിത് പ്രതീക്ഷിച്ചതായിരുന്നു. പോട്ടെ മോളെ. സച്ചി എന്ത് പറഞ്ഞു? സച്ചി പറയുക എന്നെ വേണ്ടെന്ന്. ഞാനില്ലാതെ സച്ചിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല മോളെ, അവൻ നിന്നോട് ദേഷ്യക്ക് പറഞ്ഞു പോയതായിരിക്കും. നീ വിട്ടുകളോ? അങ്ങനെ വിട്ടുകളാനൊന്നും പറ്റില്ല. ഞാൻ ഇറങ്ങി കളിക്കാൻ പോവാ. എന്റെ താലിയുടെ ഉടമസ്ഥനെ എനിക്ക് വേണം, എന്റേത് മാത്രമായി. ഈ അനിക ആരാണെന്ന് അവൻ അറിയാൻ പോകുന്നേ ഉള്ളൂ.